58 മണിക്കൂർ കൊണ്ട് 100 കോടി, 100 ക്രോസ്. ഹെഡ്ജാലി തള്ളാണ്ടു ഇങ്ങനെയൊക്കെ ചോദിച്ചു നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ദൃശ്യം 3ക്ക് ഗംഭീര ബോക്സ് ഓഫീസ് പെർഫോമൻസ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ഈ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളൊക്കെ സത്യമാണോ? ഈ പല ആളുകളും പല മൂലയ്ക്ക് നിന്നും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പം സംശയം തോന്നാൻ സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു ജോഡെ സ്പീക്കിംഗ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോമുകളിലും അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു കാര്യത്തിൻ്റെ പേരിലെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദൃശ്യം 3യുടെ കടുകിട വ്യത്യാസമില്ലാത്ത കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് ആയിട്ടുള്ള സാക്നിൽക്കിൻ്റെ പേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് 100 ഇന്ത്യൻ മൂവീസ് ഓഫ് 2026. ഈ പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കഴിഞ്ഞ, അതായത് 2026 ഏറ്റവും മികച്ച പല സിനിമകളുടെയും ബോക്സ് ഓഫീസ് നമ്പേഴ്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ രാജാ സാബ്, കറുപ്പ്, വാഴ 2 ഈ സിനിമകളുടെ ഒക്കെ കാണാം. ദൃശ്യം 3യുടെ ഇപ്പോഴത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗ്രോസ് 63.34 കോടി, വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നതാണെങ്കിൽ 141 കോടി 34 ലക്ഷം രൂപയാണ് ദൃശ്യം 3ക്ക് ആദ്യത്തെ 5 ദിവസം കൊണ്ട് നേടാൻ സാധിച്ച്. ഇനി നമ്മൾ മലയാളത്തിലെ മറ്റൊരു പ്രമുഖ ചിത്രമായിട്ടുള്ള ഈ വർഷം ഇറങ്ങിയ ആട് 3യുടെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആട് 3ക്ക് വന്നിരിക്കുന്ന ഫൈനൽ, അതായത് 68 ദിവസങ്ങൾക്ക് ശേഷം ഫൈനൽ ഗ്രോസ് എന്ന് പറയുന്ന സാധനം 120 കോടി 11 ലക്ഷം രൂപയാണ്. അതിൽ തന്നെ ഇന്ത്യ നെറ്റ് ഇപ്പോൾ തന്നെ ദൃശ്യത്തിൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഇനി നമ്മൾ വാഴ 2ലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ നെറ്റ് 129 കോടിയും ഫൈനൽ ഗ്രോസ് വന്നിരിക്കുന്നത് 235.26 കോടിയുമാണ്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയ ഹൗസസ് വരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സാക്നിൽക്ക്. അപ്പോൾ ഈ കണക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഇനി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന ചില പ്രത്യേക തരം ഫാൻസ്, അതായത് കുരുപൊട്ടി ഫാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവരോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് കണക്കുകൾ. ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ദൃശ്യം 3 ഒരു പക്ഷേ മലയാളം സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറാനുള്ള എല്ലാ ട്രെൻഡുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ഫാൻസിൻ്റെ കൂട്ടത്തിൽ ഈ എളിയവനും ഉണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഷോർട്ട് എപ്പിസോഡ്. ബൈ.